ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബീഫ് അടയാണ് കേട്ടോ. ബീഫ് കൊണ്ട് നമ്മൾ വീട്ടിൽ ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 4 വലിയ ഉള്ളിയാണ്, പിന്നെ ഒരു വലിയ പച്ചമുളക്, ഒരു 2 ചെറിയ കഷ്ണം, ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് വലിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിച്ചപ്പ് പുതിനയും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അടുത്ത നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ കൂട്ടിലേക്ക് ചേർത്ത് ബീഫ് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാണ്ട് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഞാൻ മൈദപ്പൊടി കുഴച്ചെടുക്കുന്നത്. പെട്ടെന്ന് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാവ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി എടുക്കാം കേട്ടോ. അട രൂപത്തിലാക്കി എടുക്കാം. ഇങ്ങനെ ചെറുതാക്കി ഞെറിയെടുത്തിട്ടാണ് ഞാൻ അട തയ്യാറാക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ അടയും ഇങ്ങനെ തയ്യാറാക്കാം. പല രൂപത്തിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എളുപ്പം തയ്യാറാക്കാൻ പറ്റണമെങ്കിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ബീഫ് വേവിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേര ചായക്കടിയാണ് കേട്ടോ. ബീഫ് വേണമെന്നില്ല, വേറെ നമുക്ക് ഇഷ്ടമുള്ള ചിക്കനോ മുട്ടയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.